വസ്തുക്കളെ നോക്കി വരയ്ക്കുന്ന ചിത്രങ്ങളെയാണല്ലോ നാം സ്റ്റിൽ ലൈഫ് പെയിന്റിങ്ങുകൾ എന്ന് പറയുന്നത്. പണ്ട് മുതൽക്കേയുള്ള സ്റ്റിൽ ലൈഫ് പെയിന്റിങ്ങുകൾ പരിശോധിച്ചാൽ അത് സ്പാനിഷ് ചിത്രകാരനായ വാൻ സാഞ്ചസ് കൊട്ടാൻ 1602 വരച്ച കാട്ടുകോഴികളും പഴങ്ങളും പച്ചക്കറിയും എന്ന വസ്തുപഠനമായാലും, ഇറ്റാലിയൻ ചിത്രകാരനായ കറവാജിയോ 1592 വരച്ച പഴക്കൂടയുടെ ചിത്രമായാലും, ഫ്രഞ്ച് ചിത്രകാരൻ പോൾ സെസാൻ 1890 വരച്ച ആപ്പിളുകളായാലും, തീറ്റ സാമാനങ്ങൾ ചിത്രകാരന്മാരുടെ ഒരു ഇഷ്ട വിഷയം ആയിരുന്നു എന്ന് കാണാം. വത്തിക്കാൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 2-ാം നൂറ്റാണ്ടിലെ ഒരു റോമൻ മൊസൈക്ക് ചിത്രമാണിത്. മീനും ഇറച്ചിയും ഈത്തപ്പഴങ്ങളുമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. ഇതിനും മുമ്പേ ഏതാണ്ട് AD 70 വരയ്ക്കപ്പെട്ട ഒരു റോമൻ ചുവർ ചിത്രമാണ് ഈ കാണുന്നത്. സ്റ്റിൽ ലൈഫുകളിൽ മാത്രമല്ല, മറ്റു പെയിന്റിങ്ങുകളിലും ഭക്ഷണം പലപ്പോഴും മുഖ്യ വിഷയമാവാറുണ്ട്. ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻഗോഗിന്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം നോക്കൂ. കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അത്താഴം കഴിക്കുന്ന ദൃശ്യമാണിത്. അതേസമയം ഫ്ലെമിഷ് ചിത്രകാരൻ യോഹൻ ബെക്കലർ 1566 വരച്ച അടുക്കള ദൃശ്യം ഒന്ന് കാണൂ. എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ തയ്യാറാക്കുന്നത് എന്ന് നോക്കൂ. ബൈബിളിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനമാണിത്. അടുത്ത മുറിയിലിരിക്കുന്ന ഈശോ മിശിഹായെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. നമുക്ക് സ്റ്റിൽ ലൈഫ് പെയിന്റിങ്ങുകളിലേക്ക് തന്നെ മടങ്ങാം, അതും ഭക്ഷണം മുഖ്യ വിഷയമായിട്ടുള്ളവയിലേക്ക്. 20-ാം നൂറ്റാണ്ടിലെ വിഖ്യാത ഫ്രഞ്ച് ചിത്രകാരൻ ഴാൻ മെറ്റ്സിൻഗർ 1916 എണ്ണച്ചായവും മണലും ഉപയോഗിച്ച് ക്യാൻവസിൽ വരച്ച ചിത്രമാണ് ഇത്. ക്യൂബിസം എന്ന ശൈലിയിലാണ് ഈ വസ്തുപഠനം നടത്തിയിരിക്കുന്നത്. മേശപ്പുറത്തിരിക്കുന്ന പഴങ്ങളും ജഗ്ഗും ആണ് ചിത്രത്തിൽ. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ക്യൂബിസ്റ്റ് രീതിയിൽ തന്നെ വരച്ചിട്ടുള്ള മറ്റൊരു സ്റ്റിൽ ലൈഫ് കാണാം. ചിത്രകാരൻ വളരെ പ്രസിദ്ധനാണ്. അതെ, പാബ്ലോ പിക്കാസോ തന്നെ. സ്പാനിഷ് ചിത്രകാരനായ പിക്കാസോ 1912 വരച്ച വൈൻ ഗ്ലാസുകളും പഴങ്ങൾ നിറച്ച പാത്രവും വയലിനുമൊക്കെയാണ് ചിത്രത്തിൽ. ആധുനിക കാലത്തെ മറ്റൊരു രചനാ ശൈലിയായിരുന്നു പോപ്പ് ആർട്ട്. ജനപ്രിയ പരസ്യങ്ങൾ, കോമിക് പുസ്തകങ്ങൾ, സർവ്വസാധാരണമായ വസ്തുക്കൾ, ഇവയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായതാണ് ബ്രിട്ടനിലും അമേരിക്കയിലുമായി 1950 ഉദയം കൊണ്ട പോപ്പ് ആർട്ട്. റോയ് ലിസ്റ്റൻസ്റ്റൈൻ എന്ന പോപ്പ് ആർട്ടിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ സുഹൃത്തും മറ്റൊരു അമേരിക്കൻ പോപ്പ് ആർട്ടിസ്റ്റുമായ ആൻഡി വാർഹോൾ വരച്ച ക്യാമ്പൽസ് സൂപ്പ് ക്യാൻ എന്ന ചിത്രം നോക്കൂ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, എങ്കിലും പറയാം. 2007 നടന്ന ഒരു ചിത്രലേലത്തിൽ $7.5 മില്യൺ ഈ ചിത്രം വിറ്റുപോയത്. എന്തുകൊണ്ടായിരിക്കും ചിത്രകാരന്മാർ ഈ തീറ്റ സാധനങ്ങളെ വീണ്ടും വീണ്ടും വരയ്ക്കാനായി തിരഞ്ഞെടുക്കുന്നത്? ഒരു കാലത്ത് ഭക്ഷണം എന്നത് ഒരു ലക്ഷറി ആയിരുന്നു എന്ന് തോന്നുന്നു. ഇന്നത്തെ പോലെയല്ല. വിശപ്പ് എന്ത് എന്നറിഞ്ഞ എത്രയോ തലമുറകൾ. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൃഷിയെ മെച്ചപ്പെട്ട ഉൽപാദനത്തിലേക്ക് എത്തിച്ചതാണ് ഇന്നത്തെ ഭക്ഷ്യസുരക്ഷയുടെയൊക്കെ അടിസ്ഥാനം. ചിത്രം എന്നത് തന്നെ ഒരു തരത്തിൽ പൊങ്ങച്ചം കാണിക്കാനായി ഉള്ളതാണല്ലോ. എണ്ണച്ചായം കൊണ്ട് വരച്ച മുത്തച്ഛന്റെ ഛായാചിത്രം ചുവരിൽ തൂങ്ങുമ്പോൾ അത് ഗ്രഹനാഥന്റെ കുടുംബ മഹിമയിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും തന്നെയാണ് വെളിച്ചം വീശുന്നത്. മാവേലി നാട് ഭരിച്ചപ്പോൾ പോലും കഞ്ഞി മാത്രം കുടിച്ചു കഴിഞ്ഞ ഒരു ജനതയാണ് നമ്മുടേത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഉടുക്കാൻ മുണ്ട്, കിടക്കാൻ പായ, കുടിക്കാൻ കഞ്ഞി. ലോകമെമ്പാടും ഇങ്ങനെയൊക്കെ തന്നെ ലളിതമായ ജീവിതമായിരിക്കണം മനുഷ്യർ ജീവിച്ചു മരിച്ചത്. അപ്പോൾ പാത്രം നിറയെ പഴങ്ങളും ചഷകം നിറയെ വീഞ്ഞുമൊക്കെ വരച്ചു വെക്കാൻ മാത്രം പ്രാധാന്യമുള്ളവയാകുന്നു. പിൽക്കാലത്ത് ഇത്തരം പൊങ്ങച്ചങ്ങളെ ട്രോളാനും ചില കലാകാരന്മാർ ശ്രമിച്ചിരുന്നതായി കാണാം.
ആൻഡി വാർഹോളിന്റെ സൂപ്പ് ടിന്നൊക്കെ ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞവയായിരിക്കണം. ഈജിപ്ഷ്യൻ പിരമിഡുകൾക്കുള്ളിലെ ചുവരുകളിൽ വരച്ച ഭക്ഷണ ചിത്രങ്ങൾ ഒരുപക്ഷെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജാക്കന്മാർക്കായുള്ള കരുതലായിരുന്നിരിക്കണം. മധ്യകാലങ്ങളിലെ ചിത്രങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളെ മറ്റു ചിലതിൻ്റെ പ്രതീകങ്ങളായിട്ടാവാം വരച്ചു വച്ചത്. നിഗൂഢമായ ചില അർത്ഥങ്ങളാവാം അതിനു പിന്നിൽ, ആർക്കറിയാം. തീറ്റ സാധനങ്ങൾ വരയ്ക്കുവാനായി കലാകാരന്മാർക്ക് പല കാരണങ്ങളുമുണ്ടാകും. ഈ ലോക്ക്ഡൗൺ കാലത്ത് പണിയില്ലാതെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ ഈ അടച്ചുവെച്ച പ്ലാസ്റ്റിക് ടിന്നിലെ റസ്കുകൾ വരയ്ക്കാൻ എനിക്കും ഒരു കാരണമുണ്ട്.